എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിലമ്പൂരിലോട്ട് നീട്ടാൻ പോകുന്ന എറണാകുളം ഷൊർണൂർ മെമു പാസഞ്ചറിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ ഇത് നമ്മുടെ റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പുറകെ പറയാം. നമ്മുടെ എറണാകുളം ആലപ്പുഴയായിട്ടും കൊല്ലം ആലപ്പുഴയായിട്ടൊക്കെ റൈഡ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് ഈ ഞാനിപ്പോൾ കയറിയിരിക്കുന്ന എറണാകുളം ഷൊർണൂർ പാസഞ്ചർ. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ശേഷം ഇത് നിലമ്പൂരിലോട്ട് നീട്ടൂട്ടാ. അപ്പോൾ അത് എപ്പോഴാണ് നീട്ടണേന്നൊന്നും എനിക്കറിയില്ല, അതിൻ്റെ ഡേറ്റ് വന്നോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ടൈമൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എത്ര മണിക്ക് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ എത്ര മണിക്ക് ഇന്ന സ്റ്റോപ്പിൽ എത്തണം, അങ്ങനെ സകല ഡീറ്റെയിലും വന്നിട്ടുണ്ട്. വണ്ടി 5:40 വിടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 4:50-55 റേഞ്ചിൽ ഈ വണ്ടി കയറിയതാട്ടാ. വണ്ടി 5:40 പോവുള്ളൂ. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ കരണ്ടൊക്കെ ഓണാക്കിയത് 5:15. ഭയങ്കര ചൂടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോഴെങ്കിലും അവർക്ക് കരണ്ട് അതൊക്കെ ഓണാക്കാൻ തോന്നിയല്ല, രക്ഷപ്പെട്ട്. ഈ വണ്ടി കറക്റ്റ് 5:40 ഇവിടുന്ന് പുറപ്പെടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ 5:42 ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ, എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്നാണ് ഇത് പുറപ്പെടുന്നത്. എപ്പോഴും ഇവിടെ 6 തന്നെ ആയിരിക്കും പുറപ്പെടുന്നത് ഈ വണ്ടി. അപ്പോൾ ഇതിനെല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആട്ടോ. അപ്പം ഞാൻ ഏറ്റവും ബാക്കിലായിട്ടിരിക്കണേ. ഇത് ഈ മെമുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 മെമു സെറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഉള്ള മെമു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, സാധാരണ ഈ ഐലൻഡ് എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, സാധാരണ ലേറ്റായിട്ടാണ് വരാറില്ല കേട്ടോ എറണാകുളം ടൗണിൽ. ഇന്ന് ഐലൻഡ് എക്സ്പ്രസ് 5:30 ബിഫോർ ടൈം അടിച്ച് എറണാകുളം ടൗണിൽ കിടക്കണേ. എനിക്ക് തോന്നണം അതായിരിക്കും ഈ വണ്ടി ലേറ്റായെന്ന് തോന്നണേ. ഒരു 2 മിനിറ്റ് ലേറ്റായത് അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടാൻ. അതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ തൃശ്ശൂർ ഭാഗത്തോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ വരുന്ന ട്രെയിൻ ഏതാണെന്നറിയോ? വിവേക് എക്സ്പ്രസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ സ്ലീപ്പറും ജനറൽ കോച്ചൊക്കെ ഇല്ലേ, ഇതിലൂടെ പോകുമ്പോൾ എൻ്റെ പൊന്നോ നാറ്റേ, ഓഫ് വൃത്തിയായിട്ടൊരു മണവും തന്നെ. എ സിക്ക് അത്ര മണമൊന്നും വന്നില്ല, പക്ഷേ സ്ലീപ്പറൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നോ ഒരുമാതിരി അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്തായിരിക്കും, അതിലുള്ളിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയെ. ഈ വണ്ടി ഇന്ന് ലേറ്റ് ആട്ടാ. എന്ന് പറഞ്ഞാൽ ഈ എറണാകുളം ടൗണിൽ 3 മണി 2:45 റേഞ്ചിൽ എത്തേണ്ട, പക്ഷെ ഇപ്പോൾ 5:50 ആയി. ഇന്ന് ലേറ്റാണ്. റീഷെഡ്യൂൾ ആവോ അറിയില്ല, നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ടൗണ് എത്തിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇപ്പോൾ എൻ്റെ ഈ കോച്ചിലൊന്നും ആരും ഇല്ല കേട്ടാ, കയറാൻ ഫുൾ കാലിയാണ്. നമുക്ക് നോക്കാം ഇവിടെ വെച്ച് ഫുള്ളാവുമെന്ന് നോക്കാം. ഈ ഷൊർണൂർ മെമുവേ നമുക്ക് നോക്കാം, ഫുള്ളാവുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എറണാകുളം ടൗണിൽ വന്നപ്പോൾ കാലി അടിച്ചാൽ വന്ന. എൻ്റെ കോച്ചിലാകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എറണാകുളം ടൗൺ എത്തിയപ്പോൾ ഫുള്ളായി. എൻ്റെ പൊന്നെ എന്തൊരു തിരക്കാണ്. ഞാൻ വെറുതെ അല്ല ഇവർ ഈ 2 മെമു സെറ്റ് വെച്ചിട്ട് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് തോന്നണം. മറ്റേ എറണാകുളം പാലക്കാട് മെമു ഉണ്ടല്ലോ, അതിന് ഒറ്റ സെറ്റാണെന്ന് തോന്നുന്നു, 2 സെറ്റ് ഇല്ല. ഇതിന് 2 സെറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രത്തോളം പ്രയോറിറ്റിയും ഇതുണ്ടാവും. കാരണം വൈകിട്ട് ഷൊർണൂരൊക്കെ പോകണ്ടേ, ഷൊർണൂർ പറഞ്ഞ ആൾക്കാരുണ്ടാവും, ജോലി കഴിഞ്ഞ് പോണവരും ഇവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു പ്രത്യേക ഒരു യൂസുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല ഇതിന് പൈസയും കുറവാണ് സാധാരണ എക്സ്പ്രസ് ട്രെയിനേക്കാളും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വണ്ടി നിലമ്പൂരിലോട്ട് നീട്ടാൻ പോവുകയാണ്. അപ്പോൾ നിലമ്പൂരിൽ ഈ നേരത്തെ ഡീസൽ വെച്ചായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ട്രെയിനുകളൊക്കെ. ഇപ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കിൻ്റെ പണി ഇതൊക്കെ സംഭവമൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നണം. അതുകൊണ്ടാണ് ഈ ഓണത്തിന് എന്തായാലും ഈ വണ്ടി നിലമ്പൂരിലോട്ട് നീട്ടും. അതുമാത്രമല്ല, അപ്പോൾ ഈ നിലമ്പൂരിലെ ഭംഗിയൊക്കെ പോകൂട്ടാ. പണ്ടത്തെ ഭംഗിയൊക്കെ നിങ്ങൾ ഈ പഴയ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഭംഗിയൊക്കെ ഇനി പോവും. അപ്പോൾ
അതുമാത്രമല്ല ആൾക്കാർക്ക് പിന്നെ ഉപകാരം ഉണ്ടാ ഡയറക്റ്റ് നിലമ്പൂരിലോട്ട് പോകാൻ ഉപകാരമല്ലേ, വേറെ ട്രെയിൻ മാറി കയറണ്ട. ബാക്കി ഈ രാജറാണിയൊക്കെ എൻ്റെ പൊന്നോ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ്, നിലമ്പൂർ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും. അപ്പോൾ ആ ഭാഗത്തൊക്കെ വണ്ടി ആവശ്യമാണ്, തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ, ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ കയറാനുണ്ട് കേട്ടോ. സ്റ്റോപ്പിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോരം പേരെ നിൽക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഫുള്ളായിട്ടാണ് ഓടാൻ. ഞാൻ ഇത്രയും പ്രയോറിറ്റി ഉണ്ടെന്ന് വിചാരിച്ചില്ല. എറണാകുളം പാലക്കാട് മെമ്മുവിൻ്റെ അതേ പ്രയോറിറ്റി എറണാകുളം ഷൊർണൂർ മെമ്മുക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എറണാകുളം ഷൊർണൂർ മെമു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എറണാകുളം ഷൊർണൂർ മെമു അല്ല കേട്ടോ, ഇനി എറണാകുളം നിലമ്പൂർ മെമു ആണ് ഇത് ഇനി മുതൽ. അപ്പോൾ നിലമ്പൂർ ഭാഗത്തോട്ട് പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഇത് നല്ലൊരു തീരുമാനമാണ് റെയിൽവേയുടെ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു റെയിൽവേനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ 66319 66320. ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 5:40 പുറപ്പെട്ട് ഷൊർണൂർ ജംഗ്ഷനിൽ 8:30 റേഞ്ചിൽ ഇത് എത്തിച്ചേരുന്നു. ഇനി ഈ വണ്ടി ഷൊർണൂരല്ല നിലമ്പൂരിലോട്ട് ഇനി നീട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മണി റേഞ്ചിൽ ഇത് നിലമ്പൂരെത്തും. പിന്നെ ഇത് വെളുപ്പിനെ 4:30 ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളം ജംഗ്ഷനിൽ 7:45 ഇത് എവിടെ എത്തിച്ചേരുന്നു, എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ഇത് പുറപ്പെടും. പിന്നെ ഇത് 4:30 എന്നുള്ളതൊരു 4:55 അങ്ങനെ എന്തോ ഞാൻ കണ്ടത്. അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോപ്പിലും 1 മിനിറ്റ് മാത്രമേ നിർത്തുന്നുള്ളൂ. ഞാൻ ചിന്തിക്കുന്ന ഇത് 1 മിനിറ്റ് പോലും നിർത്തുന്നില്ല, ആൾക്കാർ കയറി ഉടനെ അപ്പം തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. വലിയ ഫ്രണ്ടിലാണെന്ന് തോന്നണം എനിക്ക് ഈ ആൾക്കാർ കയറാനുള്ളതന്നെ. ബാക്കിലങ്ങനെ ആൾക്കാർ അങ്ങ് അധികം കയറില്ല, അഥവാ തിരക്കുണ്ടെങ്കിൽ മാത്രമേ കയറുമെന്ന് തോന്നുന്നു, എൻ്റെ തോന്നലാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ എല്ലായിടത്തും സ്റ്റോപ്പുള്ളതുകൊണ്ടേ എനിക്കാണെങ്കിൽ ഇരുന്നിരുന്ന് മടുത്തു തുടങ്ങി. കാരണം ഈ വണ്ടി ഇങ്ങനെ നിർത്തി ലൂപ്പ് ട്രാക്കിൽ കയറി പിന്നെ വണ്ടി എടുത്ത് മെയിനിലോട്ട് കയറി അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഒറ്റയടിക്ക് ഇങ്ങനെ സ്പീഡിൽ പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറേ നേരം ഇരിക്കണ പോലൊരു ഫീലിങ്. അപ്പോൾ പെട്ടെന്ന് എത്തുമായിരിക്കും. ഞാൻ ചാലക്കുടി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിക്ക് റൈഡ് ഷെയറിങ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇത് വൈകിട്ട് എറണാകുളം ഷൊർണൂർ പാസഞ്ചറായിട്ട് ഇത് ഷൊർണൂർ പോകും. തിരിച്ച് ഈ പിറ്റേ ദിവസം ഇത് ഷൊർണൂരിൽ നിന്ന് എറണാകുളം മെമു ആയിട്ട് പാസഞ്ചറായിട്ട് തിരിച്ചിത് എറണാകുളത്തോട്ട് വരുന്നു 7:45. പക്ഷേ 7:50 എത്തും. പിന്നെ ഇത് 7:50 ഇത് എറണാകുളം ആലപ്പുഴ പാസഞ്ചറായിട്ട് ഇത് ആലപ്പുഴയിലോട്ട് പോകും കേട്ടോ. ആലപ്പുഴയിലോട്ട് ഇത് പോകും. പിന്നെ ഈ വണ്ടീനെ എന്നിട്ട് ഈ റേക്ക് വെച്ച് ഇവർ ആലപ്പുഴ കൊല്ലം പാസഞ്ചറായിട്ട് മെമു പാസഞ്ചറായിട്ട് ഇത് വൈകിട്ട് എങ്ങോട്ട് പോകും, കൊല്ലത്തോട്ട് പോകും. പിന്നെ ഇത് പിറ്റേ ദിവസം വെളുപ്പിന് എന്തോ കൊല്ലത്തുനിന്ന് ഇത് കൊല്ലം ആലപ്പുഴ പാസഞ്ചറായിട്ട് എന്ത് ചെയ്യും, തിരിച്ചിത് ആലപ്പുഴയിലോട്ട് വരും. തിരിച്ച് ഈ ആലപ്പുഴ പാസഞ്ചർ ആലപ്പുഴയിൽ നിന്ന് 7:25 ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളം ജംഗ്ഷനിൽ ഇത്
9 മണിക്ക് ഇതെവിടെ എത്തും, എറണാകുളം ജംഗ്ഷനിൽ ഇതെത്തും. ആ റേക്ക് വെച്ച് ഇത് വൈകുന്നേരം ഇവർ എറണാകുളം ഷൊർണൂർ ഇങ്ങനെ സൈക്കിള് പോലെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇതിന് മൾട്ടിപ്പിൾ റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എറണാകുളം ടൗണിൽ വെച്ച് കുറേ തിരമാല കയറണ പോലെ ആൾക്കാർ കയറിയിട്ടാണ്. പക്ഷേ എല്ലാവരും എന്നിട്ട് മുന്നിൽ പോയി. ഈ മെമു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അകത്തോട്ടൊക്കെ കയറി പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യം. മുന്നിലിരുന്നെങ്കിൽ 5 ആളിരിക്കേണ്ട സ്ഥാനത്ത് 8ഉം 10ഉം പേരൊക്കെ ഇരിക്കും. ആ പ്രശ്നം, ബാക്കിലിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ നിർത്തി തരുന്നുണ്ട് കേട്ടോ ഇവർ. ഇപ്പോൾ ആൾക്കാർ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ബാക്കിലുള്ള ട്രെയിൻ മാനേജറെ കൈ കാണിച്ചതിന് ഇവർ നിർത്തിത്തരും. അത് ഈ എക്സ്പ്രസ് ട്രെയിൻ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പാസഞ്ചർ ട്രെയിനാണ്. ഞാൻ എറണാകുളം കായംകുളം ട്രിപ്പ് അടിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് കുറേ പേര് കയർക്ക് ഇങ്ങനെ നിർത്തി കൊടുക്കണേക്ക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും വരികയാണ്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് 139 എന്ന റെയിൽവേയുടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റെയിൽ മദതയിൽ കയറി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RPF വന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതങ്ങനെയാണ് പറയണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ റെയിൽവേയുടെ നമ്പറായ 139 ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം റെയിൽവേ കണ്ടെത്തും. അപ്പോൾ ഇത് എല്ലാ ഞാൻ ഈ മെമു ട്രെയിനിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ റെയിൽവേ നമ്പർ 139 എന്നും പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഓർത്തപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ നമ്പർ ഓർത്തിരിക്കുക, 139. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ഡിവൈൻ നഗർ എത്തിയിരിക്കുക. ഡിവൈൻ നഗർ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കേട്ടോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. ഇതാ വരുന്ന ട്രെയിൻ ഏതാണെന്നറിയോ? നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം, മംഗലാപുരം അല്ലല്ല, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ആട്ടോ അതിൽ പോണത്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് പോകുന്നു, വന്ദേ ഭാരത് തിരുവനന്തപുരം ഭാഗത്ത് പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇവിടെ എൻ്റെ പൊന്നോ ഒരുമാതിരി വൃത്തികെട്ട നാറ്റോട്ടോ, കോഴിയൊക്കെ ചത്ത് കിടക്കണ നാറ്റ്. അപ്പോൾ അതാ കിടക്കുന്ന ഒരു ഫ്രൈറ്റ് ഇങ്ങനെ ഗുഡ്സ് ട്രെയിൻ ഇതാ മെയിൻ ലൈനിൽ കിടക്കുന്നുണ്ട്. സാധാരണ അവിടെ അല്ല ഈ ഗുഡ്സ് ഇടാറുള്ളത്, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇടാറില്ല. ഗുഡ്സിന് വേണ്ടി വേറൊരു ലൈൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണോ അവിടെ കൊണ്ടിട്ടേന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതെടുത്തുകൊണ്ട് പോകുമായിരിക്കും, തിരുവനന്തപുരം ഭാഗത്തോട്ട് വല്ല ആയിരിക്കാം ഈ ഗുഡ്സൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും പോയി. അതുമാത്രമല്ല, ഈ വണ്ടി നിലമ്പൂരിലോട്ട് നീട്ടിയല്ലോ, അപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നറിയില്ല, ശ്രമിക്കാം. എറണാകുളം നിലമ്പൂർ മെമു പാസഞ്ചറിൽ യാത്ര ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.